കച്ചിനാം തൊടുകയിൽ പുതിയ പുരയിൽ ഉമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല. എന്നാൽ മലയാള സിനിമയിലെ സുന്ദരനായ വില്ലൻ KP ഉമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഇന്ന് അദ്ദേഹം വിട പറഞ്ഞിട്ട് 24 വർഷം തികയാണ്. കോഴിക്കോട് ജില്ലയിലെ കുറ്റിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ഉമ്മർ അദ്ദേഹം നാടകത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത്. നമുക്കറിയാം KPC എന്ന് പറയുന്ന ഒരു നാടക ട്രൂപ്പിലൂടെ ഒരുപാട് കലാകാരന്മാർ പിന്നീട് മലയാള സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു KP ഉമ്മർ. രാരിച്ചൻ എന്ന പൗരൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്തോട്ട് ചുവട് വയ്ക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എന്താ പറയുക, വില്ലനായിട്ടും ക്യാരക്ടർ റോളുകളിലൂടെയും പിന്നെ അത്യാവശ്യം സെൻട്രൽ ക്യാരക്ടേഴ്സും ഒക്കെ ചെയ്ത് ഏകദേശം ഒരു 40 വർഷത്തോളം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു എന്ന് തന്നെ പറയാം. നമുക്കറിയാം KP ഉമ്മറിനെ പിന്നീട് മിമിക്രിക്കാരൊക്കെ പലതരത്തിലൊക്കെ അനുകരിച്ചിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു വില്ലനായിട്ടൊക്കെയാണ്. പക്ഷേ അദ്ദേഹം ഇതൊന്നും അല്ലാതെ ഒരു അസാധ്യമായിട്ടുള്ള പല റോൾസും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രേം നസീറും അതുപോലെ തന്നെ പിന്നീട് വന്ന നമ്മുടെ സത്യൻ മാഷായാലും അതുപോലെ തന്നെ ജയൻ, സോമൻ, സുകുമാരൻ ഇവരുടെയൊക്കെ കാലഘട്ടം മുതൽ എനിക്ക് തോന്നുന്നൊരു നമുക്കറിയാം 98 ഒരു കല്ലുകൊണ്ടൊരു എന്ന് പറയുന്ന ഒരു സിനിമ, ആ ഒരു സിനിമ വരെയൊക്കെ അദ്ദേഹം പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഉദ്യോഗസ്ഥ എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു ക്യാരക്ടർ റോൾ ചെയ്യുന്നത്. അങ്ങനെ എത്രയോ സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു 80കൾക്ക് ശേഷമൊക്കെ അദ്ദേഹം ചെയ്ത കുറച്ച് നല്ല ക്യാരക്ടർ റോൾസ് ഉണ്ട്. അതിലൊന്ന് നോക്കത്ത ദൂരത്ത് കണ്ണുന്നിട്ടെന്ന് പറയുന്ന സിനിമയിൽ അതിൽ നാദിയ മൊയ്തുവിൻ്റെ അച്ഛൻ്റെ ഒരു ക്യാരക്ടർ. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ അച്ഛനായിട്ട് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ അതിൽ ഒരു ഭരതൻ മേനോൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ പേര് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ ഒരു സിനിമ കണ്ടവർക്ക് അറിയാം. കാരണം അന്ന് പൊതുവേ നമ്മൾ മധുസാറിനെയൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉമ്മറിനെ അധികം സിനിമകളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഉണ്ടാവും, പക്ഷേ എനിക്കങ്ങനെ പെട്ടെന്ന് മനസ്സിലോട്ട് ആ സമയത്തൊക്കെ നമ്മളൊക്കെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ വില്ലൻ വേഷങ്ങളൊക്കെ കണ്ടിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ബട്ടർഫ്ലൈസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു കൗതുകമൊക്കെ ആയിരുന്നു. പിന്നെ നമുക്കറിയാം മാനാർ മത്തായി സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു സിനിമ, അതിൽ നല്ലൊരു അസാധ്യമായിട്ടുള്ള റോളാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ ശൈലിയും അതിപ്പോൾ പഴയ നസീർ സാറ് മുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവരുടെയൊക്കെ ആദ്യകാലത്തുള്ള ഇവരുടെയൊക്കെ ഒരു അഭിനയ ശൈലിയിൽ തന്നെ ഇവർ കുറേ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പം പണ്ടത്തെ കാലത്ത് ഈ നാടകം ഇവരുടെയൊക്കെ അഭിനയത്തിൽ വരുന്നു അല്ലെങ്കിൽ ഭയങ്കര നാടകീയത വരുന്നു എന്നൊക്കെ പല വിമർശനങ്ങളൊക്കെ പിന്നീട് പലവരും പറയാറുണ്ട്. പക്ഷേ അതിനൊക്കെ ഓരോ റീസൺസ് ഉണ്ട്. കാരണം ഇവർക്ക് അത്ര ഉറക്കെ സംസാരിക്കണം, ഇവർക്ക് ഡയലോഗുകൾ അത്ര ഉറക്കെ പറഞ്ഞാൽ അത് ക്യാപ്ചർ ഉള്ളൂ. അന്ന് ഇന്നത്തെ പോലത്തെ ഒരു ഡബ്ബിങ് ടെക്നിക്കുകളൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു ഇവർ ആ കാലത്തൊക്കെ ഇവർ കുറേ നാടകീയതയൊക്കെ ഇവരുടെ അഭിനയത്തിൽ ഉണ്ട് എന്ന് തോന്നിയിരുന്നത്. പക്ഷേ പിന്നീട് നമുക്ക് പറയാം 85 അല്ലെങ്കിൽ 90s ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവൻ നസീർ സാറിൻ്റെ വരെ നമുക്കറിയാം അദ്ദേഹം കാര്യം നിസാരം പോലത്തെ സിനിമകളും പ്രശ്നഗുരുതരൊക്കെ എത്തിക്കുമ്പോൾ അദ്ദേഹം ഏത് തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നത്. അപ്പോൾ പറഞ്ഞു വന്ന ഉമ്മർ എന്ന് പറയുന്ന നടനെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹവും ഇതേപോലെ തന്നെ അസാധ്യമായിട്ടുള്ള പെർഫോം ചെയ്തിട്ടുള്ള ഒരു നടൻ തന്നെയായിരുന്നു. ഇദ്ദേഹം നല്ലൊരു ഫുട്ബോൾ പ്ലെയറും കൂടിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തൊക്കെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നന്നായിട്ട് ഫുട്ബോൾ കളിച്ചിരുന്നതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ചാമ്പ്യനും അല്ലെങ്കിൽ ഏതൊക്കെയോ ടീമിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം ഫുട്ബോൾ പ്ലെയറായിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാനൊരു സിനിമയുടെ പേര് മറന്നു, ചില സീൻസൊക്കെ റീൽസൊക്കെ ഇടയ്ക്ക് നമുക്ക് കാണാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മകൻ റഷീദ് അദ്ദേഹം അഭിനയ രംഗത്തുണ്ട്. അദ്ദേഹം നല്ല എന്താ പറയുക, നല്ലൊരു ഒന്നൊന്നര ഡബ്ബിങ് ആർട്ടിസ്റ്റും കൂടിയാണ്. വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ഒരു ഒറ്റ സിനിമ മതി റഷീദ് എന്ന് പറയുന്ന ഒരു നടനെയും നമുക്ക് ഓർക്കാനായിട്ട്. പിന്നെ സൈന്യം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വിക്രമിൻ്റെ കരിയറിൽ ഏറ്റവും എന്താ പറയുക വഴിത്തിരിവായ സേതു എന്ന് പറയുന്ന ഒരു സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ചെന്നൈയിലൊക്കെ സെറ്റിൽഡാണ്. അദ്ദേഹം വേറെ എന്തൊക്കെയോ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ അദ്ദേഹം ഡബ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിലൊക്കെ ചില പുരാണ സീരിയലുകളിലൊക്കെ പ്രധാന കഥാപാത്രങ്ങളൊക്കെ ഡബ് ചെയ്യുന്ന ഒരു മെയിൻ ആളാണ് റഷീദ്. അപ്പോൾ എന്തായാലും KP ഉമ്മർ എന്ന് പറയുന്ന ആ ഒരു അനശ്വര എന്താ പറയുക കലാകാരൻ്റെ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന റഷീദ് അദ്ദേഹവും അതേപോലെ തന്നെയാണ് പേരെടുത്ത ഒരു എന്താ പറയുക അച്ഛൻ്റെ ചിത്രപ്പേര് കേൾപ്പിക്കാത്ത ഒരു നടൻ തന്നെയാണ്. എന്തായാലും KP ഉമ്മറിൻ്റെ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ഫേവറേറ്റ് സിനിമകൾ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബട്ടർഫ്ലൈസും മാനാർ മത്തായിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള, നമ്മളൊക്കെ ഒരു 80s 90s കിഡ്സ് ഒക്കെ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളൊക്കെ നമുക്കറിയാം. അദ്ദേഹം ഒരു വില്ലനിസം ആണെങ്കിലും അതിലും വേറൊരു തരത്തിലുള്ള ഒരു അഭിനയമൊക്കെ കൊണ്ടുവരുന്നത്. ഇപ്പം അത് ഇൻസ്റ്റഗ്രാമൊക്കെ വളരെ സജീവമായ ശേഷം റീൽസിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചില വില്ലനിസം. അങ്ങനെ ഒരു ഭയങ്കര ലൗഡായിട്ടുള്ളതല്ലാതെ വളരെ സോഫ്റ്റായിട്ട് എങ്ങനെ പ്രേക്ഷകരെ എന്താ പറയുക പ്രേക്ഷകരുടെ പേടിപ്പിക്കാം, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് എങ്ങനെ ആ ഒരു കഥാപാത്രത്തിനോട് പ്രേക്ഷകർക്ക് ഒരു വെറുപ്പ് തോന്നുന്നത് വേറൊരു തരത്തിൽ അഭിനയ ശൈലിയിലൂടെയാണ് അദ്ദേഹമൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട KP ഉമ്മറിൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ, നിങ്ങളുടെ ഫേവറേറ്റ് KP ഉമ്മർ സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കമൻറ്റ് ചെയ്യാം.